അങ്ങനെ അതിന് പയ്യെ എഴുന്നേറ്റൊക്കെ വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ മോർണിംഗ് റുട്ടീനായിട്ടോ വന്നിരിക്കണേ. ഇന്ന് വാക്സിൻ ഡേ ആണ് അതിനുണ്ട്. അപ്പോൾ വേഗം അവന് ബ്രഷൊക്കെ ചെയ്ത് റെഡിയാക്കി നിർത്താനോട്ട് രാവിലെ ബ്രഷ് ചെയ്യുന്നത് രണ്ടാണ് ബ്രഷ് ചെയ്ത് നിർത്തിയേക്കണം കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി നല്ല പാടാണ്. അത് ഞാനൊരു തന്ത്രപ്പാടിലൊക്കെ ഇരുത്തി കുറച്ച് നേരം ടി വി വെച്ച് കൊടുത്ത്, ടി വി അങ്ങനെ കാണാറില്ല, പരസ്യമൊക്കെ കാണുന്ന പുള്ളി ഒന്ന് ശ്രദ്ധിക്കാറില്ല, അതങ്ങനെ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ അതൊക്കെ വെച്ച് കൊടുത്തൊന്ന് ഫുഡൊക്കെ കഴിക്കാൻ ഇരുത്തിയേക്കണം കേട്ടോ. ഭയങ്കര പാടാണ്. കുറേ നേരം ഇതൊക്കെ വെച്ചിങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് സെറ്റാക്കാൻ ഒരു ഇതിലേക്കൊക്കെ ആവും ആളൊന്ന്. അത് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് വേഗം ഫുഡ് കഴിക്കാമെന്ന് ഓർത്തു കേട്ടോ. ഫുഡ് കഴിക്കാൻ നടന്നപ്പോഴേക്കും ഇങ്ങനെ നടക്കണ്ട, അപ്പോൾ ചെരുപ്പ് ഇടണം, അതിടണം, ഇവിടെ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് നേരം ഒന്ന് കാറി കൊണ്ടിരുത്തിയിട്ടോ. അല്ലെങ്കിൽ സമ്മതിക്കില്ല ആൾ, അല്ലെങ്കിൽ എന്നെ ഫുഡ് കഴിക്കാൻ സമ്മതിക്കാതെ എൻ്റെ ചുറ്റിനും ഇങ്ങനെ നടക്കും. അപ്പോൾ അത് കാരണം കാറി കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴൊന്ന് കുളിപ്പിക്കാമെന്ന് ഓർത്തിരുത്തി. വാക്സിന് 12:30 സമയം പറഞ്ഞേക്കണേ. അത് പറഞ്ഞപ്പോൾ വേഗം കുളിപ്പിച്ചൊന്ന് ജസ്റ്റ് ഉറക്കിയിട്ട് വേണം കൊണ്ടുപോകാൻ. അപ്പോൾ കുളിപ്പിക്കാനെ കൊണ്ട് നിർത്തിയിട്ടോ. കുളിപ്പിക്കാൻ ഇരുത്തിയപ്പോൾ പല വാശികളാണ്. എനിക്ക് കുപ്പി വേണം, വെള്ളം വേണം, അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ എഴുന്നേറ്റ് പോകണം, ഓടണം, എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാശി. അപ്പോൾ അവിടെ ഒന്ന് അങ്ങ് ഇരുത്തി കഴിഞ്ഞ് ഒരു കുപ്പിയൊക്കെ കൊടുത്തേണ്ട, കുപ്പിയൊക്കെ കൊടുത്ത് ഒന്ന് ഇരുത്തിയേക്കണ കേട്ടോ ആളവിടെ ചില്ലായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോഴത്തെ കാക്കേനെ കാണിച്ചു തരാം, പൂച്ചേനെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. ആ ഗ്യാപ്പിൽ ഞാനൊന്ന് എണ്ണയൊക്കെ തേച്ച് വെക്കാമെന്ന് ഓർത്ത് എണ്ണയൊക്കെ തേച്ചിട്ട് ചെറുതായിട്ട് എക്സസൈസൊക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ ദേ കുളിയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളിത് അകത്തേക്ക് പോകണ്ട. അകത്തേക്ക് ചെന്ന് ഇനി കുറച്ച് കലാപരിപാടി ഉണ്ട്, ലോഷൻ പറ്റലൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്ത് നോക്കിയപ്പോൾ ഭയങ്കര മഴ. പോകേണ്ട സമയമായി, എന്താവെന്ന് അറിയില്ല. ലാസ്റ്റ് റെഡിയാക്കി ആക്കി കൊണ്ടുവന്ന് ഇവിടെ നിർത്തി. ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ ആൾ അങ്ങനെ ഇതേ റെഡിയാക്കി കൊണ്ടുവന്ന് കിടത്തി. അത് കഴിയുമ്പോൾ പോകേണ്ട സമയമായിട്ടോ. അപ്പോൾ ബുക്കൊക്കെ എടുത്ത് ഞങ്ങളിത് പോകാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ അതേ ചേട്ടൻ്റെ ഓരോ ഗോഷ്ഠികളൊക്കെയാണ്. അങ്ങനെ ഇറങ്ങാൻ വേണ്ടി പറയാൻ നിൽക്കണേന്ന്. അപ്പോൾ ചെരുപ്പൊക്കെ എടുത്ത് മുടിയൊക്കെ ഒന്ന് ചീവി വെച്ചിട്ട് കൊണ്ടുപോകാമെന്ന് ഓർത്ത് അങ്ങനെ അതേ റെഡിയാക്കിക്കൊണ്ടിരിക്കണേ. ആൾക്ക് ഉറക്കത്തിൻ്റെ ഒരു ചെറിയൊരു വാശിയുണ്ട്. പിന്നെ ബാലൻസ് ആയി പോകുന്നു നോക്കാം. അവിടെ പിന്നെ ഉണ്ടാക്കി. അങ്ങനെ ദേ ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ടൊക്കെ നിർത്തി. വണ്ടിയൊക്കെ ഇറക്കാൻ വേണ്ടി നിൽക്കണം. അപ്പോഴേക്കും എൻ്റെ അച്ഛൻ വന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് മഴയത്ത് ഇറങ്ങണമെന്ന്, അപ്പോൾ അവൻ്റെ കുടയൊക്കെ പിടിച്ചിറക്കിയ. അങ്ങനെ ഞങ്ങൾ വാക്സിൻ്റെ അവിടെ എത്തി. വാക്സിൻ്റെ അവിടെ ചെറിയൊരു മഴ പോലെ ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ വേഗം കുടയൊക്കെ ചൂടി കയറിയിട്ടാ. അങ്ങോട്ട് കയറി അപ്പോൾ കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടായി. അപ്പോഴത്തെ ചേച്ചി ഞങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇത് സൈൻ ചെയ്യണം. ഇപ്പോൾ ഏത് വാക്സിനാണ്, അപ്പോൾ മുടി കെട്ടിയേക്കണൊക്കെ പറയണ്ടേ, മുട്ട അടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ മുടി കെട്ടിയതിൻ്റെ കാര്യമൊക്കെ പറയണമായിരുന്നു. അപ്പോൾ ഞങ്ങളിതേ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ ബുക്കൊക്കെ വേണ്ടി ചോദിച്ചു. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യണേ. അപ്പോൾ അവിടെ ഒരു വാപ്പിനെ കണ്ടപ്പോൾ അവൻ അങ്ങോട്ട് കളിക്കാനൊക്കെ പോണേ. പുള്ളി അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ നടക്കണേ. അടുത്ത് എന്താ സംഭവിക്കണമെന്ന് അറിയാത്തതുകൊണ്ട് പുള്ളി എല്ലാം ചില്ലായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ നടക്കുന്നുണ്ട്. വെയിറ്റ് നോക്കാമെന്ന് പറഞ്ഞാൽ അവൻ സമ്മതിച്ചില്ല. അപ്പോൾ വെയിറ്റ് ഞാനും അവനോട് കയറി നിന്നൊക്കെ വെയിറ്റൊക്കെ നോക്കിയത്. അങ്ങനെ പയ്യെ അവനെ ചില്ലാക്കാൻ അങ്ങനെ ദേ ഞങ്ങളുടെ ഊഴമായി. അപ്പോൾ ഞങ്ങളങ്ങോട്ട് ഇരിക്കുന്നതാണ് പ്രശ്നമാണ്. ഇരുന്നപ്പോൾ തന്നെ തുള്ളി മരുന്നൊക്കെ കൊടുത്തപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര വാശിയായിരുന്നു, കരച്ചിലായി. പിന്നെ ദേ വാക്സിനൊക്കെ എടുത്ത് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ കാഴ്ച കാണിച്ചു കൊടുക്കുക, പശുമ്പേ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കണമായിരുന്നു. അങ്ങനെ ദേ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ മഴ കണ്ടിട്ട് കയറാൻ വേണ്ടി പോകാം കേട്ടോ. ഇനി വീട്ടിലെത്തിയിട്ടാണ് ബാക്കി. അങ്ങനെ വീട്ടിലെത്തി ഉച്ചത്തെ ഫുഡൊക്കെ കൊടുത്ത് മരുന്ന് കൊടുക്കാമെന്ന് ഓർത്ത് വേഗം ഉച്ചത്തെ ഫുഡ് കൊടുക്കുന്നതാണ്. എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്ന് കർക്കിടകമാണല്ലോ, അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നതാണ്. ഇവന് വേഗം കൊടുത്തിട്ട് വേഗം മരുന്ന് കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം മരുന്ന് കൊടുത്ത് ഒന്ന് ചില്ലാക്കി കിടത്തി ഉറക്കാമെന്നൊക്കെ ഓർത്തിരിക്കണം.
അങ്ങനെ പയ്യെ ആൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. ഇറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും ആൾക്ക് കാല് തീരെ വയ്യ. കാലൊക്കെ പൊക്കി വെച്ചിട്ട് ഇരുത്തിയേക്കണേ. ഭയങ്കര കരച്ചിലും ബഹളം ഒക്കെ ആയിട്ട് അങ്ങ് ഇരുത്തിയേക്കണേ. അപ്പോൾ കുറച്ച് ഫുഡൊക്കെ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഓട്സും. അപ്പോൾ എന്തായാലും വൈകിട്ട് പറയാൻ വേണ്ടി പോവാട്ടോ. എന്തായാലും അവന് വയ്യ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇതിൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ഉണ്ടോ, അപ്പോൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും മിസ്റ്റേക്സ് അതിലുണ്ടെങ്കിൽ ഞാൻ പ്രാവശ്യം ഇതാക്കണേന്ന്. പിന്നെ ഇത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. എൻ്റെ വീട് എരുവിലാണ്. എൻ്റെ വീട്ടിലുള്ള വീഡിയോ ആണത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാനത് മേക്കപ്പ് ചെയ്ത് വരാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.